VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. പാട്ടിന്റെ കുറുമ്പുകൂട്ടിൽ ചിരിച്ചന്തം കൊണ്ട് പ്രേക്ഷക മനം കവർന്ന നമ്മുടെ തിരുവനന്തപുരംകാരി മിടുക്കിക്കുട്ടി ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. രമേന ശ്രീനന്ദയല്ലേ വിളിച്ചത്? ആരാ ഇതാരാ? അത് ഒരു ജയിൽ കൈദിയോ? ആരാ ഇത്? 47 ക്രേസി ഗേൾ ആണോ പറയുന്നത്? ഞാൻ നോർമൽ, പക്ഷെ എല്ലാരും അങ്ങനെ പറയുന്നേ. ആണോ? ചെറിയൊരു തലയ്ക്കൊരു കിറുണ്ടല്ലേ? തലക്കൊരു കിറോ? അല്ല മോളെ, മീനുട്ടിയുടെ മൂക്കിലൊരു ഈച്ച ഇരിക്കുന്നതാണെന്നില്ലേ? ഇല്ല, അങ്ങനെയൊക്കെ പറയണം. ഈച്ചയല്ല, പാറ്റയാ. അടിക്കടിക്ക എന്നെ അടിക്ക. വേണ്ട മോളെ, കുഴപ്പമില്ല. അയ്യ, അവൾക്ക് ശരിക്കും കുറച്ച് കിറുണ്ട് കേട്ടോ. അടിച്ചിടും മതി, ഹിറ്റ് എടുത്തടിച്ചാ വേണ്ട, കുഴപ്പമില്ല. മോളെ ഇവിടെ ഇരിക്കുന്നു, ഒന്ന് കൊടുക്കുക. വേണ്ട, കുഴപ്പമില്ല. ഈച്ച വേണ്ടടി, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ? സുഖമാണോ കൊച്ചിന്? കയ്യിന്ന് വിട്. എന്നെ പേര് അത് എനിക്ക് ചെറിയൊരു മറവിയുടെ പ്രശ്നമുണ്ടോ, എനിക്ക് അറിയില്ല പേര്. മറന്നുപോയി. എന്ത് ചെയ്യാ? പാട്ട് ഓർമ്മയുണ്ടോ? ഏത് പാട്ട് എന്ന്? ഓർമ്മയുണ്ട്. കട്ടുറുമ്പിന് കല്യാണം. മ്യൂസിക് ആരാ? മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ്. അല്ല പോയി ആരാ എഴുതിയത്? എസ് രമേശൻ നായർ. അയ്യോ അല്ല പോയി പട്ട. പാടിയതാരാ? ഒരുപാട് പേര് പാടിയല്ലോ. യേശുദാസ് സാറ്, അയ്യോ അല്ല ചിത്ര മാം, ജോർജ് പീറ്റർ സാർ, ജ്യോതി മേനോൻ. പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. ചിലപ്പോ അത് മറന്നു പോയാലോ? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ആരാണ് ചെയ്തത്, ഗാനരചയിതാവ് ആരാണ്. പക്ഷെ എന്റെ ഓർമ്മ അത് തന്നെയാ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇല്ലല്ലോ, പാട്ട് കഴിയുമ്പോ ഓർമ്മ വരും. ഓക്കെ, പാടിക്കും. അങ്ങനെയെങ്കിലും പാടിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്, കെട്ടിലമ്മയ്ക്ക് പിന്നാട്ടം, കട്ടെടുക്കണ താമ്പൂലം, പുത്തനച്ചി വരും നേരം പൂവിരിക്ക്, ആളൊരുങ്ങ് വെളിത്തേരൊരുങ്ങ്, ആടിമാസ കിഴവി വരുന്നേ, കയ്യിൽ ആട്ടുരലിൻ കുഴവയിരുന്നേ, ആ കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്. ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്.
ടോട്ടലായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല പവർഫുൾ വോയിസ് ആണ്. അതാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. നല്ല ഉരുക്കൻ വോയിസ് ആണ്. എന്ത് തെറ്റ് വന്നാലും ശരി, ശരി വന്നാലും ശരി, അത് തുല്യമായിട്ട് കാണിക്കും, എടുത്തു കാണിക്കും. പിന്നെ ഞാൻ ഇതിനിടയിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്, രമേശ് നായർ സാർ എന്ന് പറയുന്ന ഒരു വലിയൊരു കവിയാണ്. അപ്പോൾ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ഈ ചെറിയ ഈച്ചയും പൂച്ചയും ഒക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. സാറ് തന്നെയാണോ ഇത് എഴുതിയത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. എന്തായാലും രസമുണ്ട്. ഈച്ചയ്ക്കും മന്ദൻ പൂച്ചയും വാശിക്കിണ്ണം മേടിച്ചു, ദോശയിൽ പെരുത്താശയിൽ മീശക്കും, നല്ല പ്രാസത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബേണിയുടെ നല്ല ഒരു സോങ്. ഇതിനകത്ത് വലിയൊരു നമ്മൾ രാഗം ബേസ്ഡോ അങ്ങനൊന്നും അല്ല, ബട്ട് ഹൈലി ഇൻട്രസ്റ്റിംഗ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇതിൽ നന്ദൂസിനെ പറ്റിയുള്ള എല്ലാ പേരുകളും ഉണ്ടല്ലോ. തത്തേ, തവളെ, കുയില്, കുറുക്കൻ, ഇതെല്ലാം നന്ദൂസിന്റെ പേരാണോ? ആണോ? അല്ല, ഈ നന്ദൂസിന് എന്താണ് ഈ പേര്? ഞാനല്ലേ പാടുന്നേ, അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പാടുവോ? പക്ഷെ അച്ഛന്റെ മോക്കൊരു പേരുണ്ട് ഇതിനകത്ത്. വേണ്ട, അത് കണ്ടില്ലല്ലേ? അത് ഏതാണ് ചേട്ടാ? എനിക്കൊരു ജിജ്ഞാസയുണ്ട്. വേണ്ട കേട്ടോ. പുളുവടി മണ്ണുണ്ണി. ഞാൻ പുളു അടിക്കാറില്ല കേട്ടോ. ഇതിനകത്ത് എഴുതി വെച്ച വായിച്ചത് അത് എന്നെ പറ്റിയാന്ന് അവർ എഴുതിയിട്ടുണ്ടോ? വ്യക്തമായിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് രമേശ് നായർ സാർ ഇട്ടിട്ടുണ്ട്. മീനാക്ഷി പിന്നെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നെ ഇങ്ങനെ ഓമനിച്ച് പല പേരും ആടിമാസ കിഴവി. ഇതിനൊക്കെ കൂടി ഇരുന്ന് ചിരിക്കുന്നോ? ഞാൻ ചിരിക്കുന്നില്ല, ഞാൻ ഇപ്പൊ സീരിയസ് ആയി. ആടിമാസ കിഴവി ഞാൻ പറയുന്നില്ല. നീ ചിരിക്കുന്നോ? മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഒറിജിനൽ ടെമ്പോ ഇതിനേക്കാൾ കൂടുതലല്ലേ എന്നുള്ളത് സുഷിനോട് ചോദിക്കുമ്പോൾ സുഷി പറയുന്നു ശരിയാണ്, ഒറിജിനൽ ടെമ്പോ ഇതിനേക്കാൾ കൂടുതലാണ്. ഒറിജിനൽ ടെമ്പോയിൽ വന്നില്ലെങ്കിൽ ഈ പാട്ട് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ. എപ്പോഴും ഒരു പാട്ടിന്റെ പിച്ചും അതിന്റെ ടെമ്പോവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പോ ചിലപ്പോൾ ഇത്തരം പാട്ടുകൾക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയുമ്പോഴത്തേക്കും നമ്മളെന്തോ അതിങ്ങനെ റിട്ടാർഡ് ചെയ്തുപോലെ ഇരിക്കും. ഫസ്റ്റ് സിലബലിനല്ല നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ട. അവിടെ രമേശ് സാർ എഴുതിയ ഇല്ലേ, ഓരോന്നും വച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനെ സ്ട്രെസ് ചെയ്യണം. കട്ടുറുമ്പ്, പൊട്ട്. അപ്പൊ ടായ്ക്ക് സ്ട്രെസ് കൊടുത്ത് പാടാം. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി, പാട്ടൊരുക്ക്. പിന്നെ ചരണത്തില് ആ മേളിലുള്ള പോർഷൻ അല്ലേ, അവിടെ ശ്രുതി ചേരാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ടെമ്പോയില് ശ്രുതി ചേർത്ത് കറക്റ്റായിട്ട് താളത്തിന് ടെമ്പോയ്ക്ക് പാടാൻ പറ്റുമോ? ഈ ടെമ്പോ മോക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അത്രയും ഒക്ടേവിൽ പാടുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കിട്ടുകയും വേണം, അതേ ശ്രുതി ചേരുകയും വേണം. ഇതെല്ലാം ഒരു വലിയ ചലഞ്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് സാമാന്യം സിംപ്ലർ ഒരു സോങ് ആണ്, നല്ല രസമുള്ള സോങ് ആണ്, നമുക്ക് കേൾക്കാൻ രസമുള്ള സോങ് ആണ്. പക്ഷെ നമ്മളെപ്പോഴും സോങ് സെലക്ഷനിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലുള്ള സോങ് സെലക്ഷൻ എടുക്കുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആവുന്നത്. അപ്പോൾ സോങ് സെലക്ഷൻ ആണ് ഇൻഫാക്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നന്ദു നല്ല ബുദ്ധിപരമായിട്ട് അത് ചിന്തിച്ച് ഓരോ സോങ്ങും ഇനിയുള്ളത് സെലക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പക്ഷെ എം ജെ ഇപ്പോ കുറച്ചുകൂടി ടെമ്പോ കൂട്ടി പാടിയതില് ആ ഹൈ പോർഷൻ എനിക്ക് തോന്നി കുറച്ചുകൂടി ബെറ്റർ ആയി കിട്ടി. ഓൾമോസ്റ്റ് ഷി വാസ് ഏബിൾ ടു മാനേജ് ഇറ്റ് ഫാസ്റ്റർ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ പാടിയപ്പോ എനിക്ക് ചരണം ഒന്ന് ഈ ഫാസ്റ്റ് ടെമ്പോയിൽ തന്നെ ഒന്ന് ചരണം നോക്കാമോ നമ്മള്? റിതം കൂടെ ഇട്ട് കൊടുത്താ ചാച്ചനോ ആലപാച്ചനോ രാശിക്കുണ്ടിൽ ചാടിച്ചു, മൂത്തതും മായം ചേർത്തതും മുന്നേരത്തും മോന്തിച്ചു, ഒയ്യാരക്കമ്പി പയ്യാരത്തുമ്പി കുന്നുമ്മേൽ കിന്നരം നീട്ട്, ചുളുവിൽ ചോറുണ്ണും പുളുവടി മണ്ണുണ്ണി, വിത്തും വിതയും വിളയും മരമേതോ കുക്കു കിട്ടിയല്ലോ. വെരി നൈസ് നന്ദു, വളരെ നന്നായിരുന്നു. പക്ഷെ ഇത് മേള പാടുമ്പോ ഒരു ട്രിക്കാണ്. സപ്പോസ് ഹൈ നോട്ട് അല്ലേ, അത്
അത് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണ്ട. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഡൈനാമിക്സിൽ ഒന്ന് സോഫ്റ്റ് ആക്കി നെക്സ്റ്റ് ലൈൻ എടുക്കാം. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പേര് കിട്ടിയില്ലേ സീസൺ 2 അയ്യോ താങ്ക് യു. പുളുവടി മണ്ണുണ്ണി. സീസൺ 1 ഓർമ്മയുണ്ടല്ലോ. പാടിമാസക്കിഴവിയോ ആ ഉണ്ട്. അതോടെ പോയി. അല്ല ഇവർക്ക് ആ പേരിടണം കിട്ടിയത് എനിക്ക്. മോളെ ഏറ്റവും നല്ല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്നതാണ്, ഇടുന്നതല്ല. ആ പേര് വീഴുന്നതാണ്. വീഴ്ത്തണോ? ആ പുളുവടി മണ്ണുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലയിലുള്ള പുളുവടി മണ്ണുണ്ണി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ. ഞാൻ പാലല്ല. അപ്പൊ സീസൺ 1 വെളുത്തുള്ളി ആരാ എന്ന് ചോദിച്ചാ ദാ. അതൊക്കെ മറന്നു കിടക്കുവായിരുന്നു. ആരാ ആടിമാസ കിളവി? ഞാനാ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് തരുന്ന മോക്ക് 91.5 out of 100. താങ്ക് യു സർ. So Nandu is going to be awarded a extreme today. താങ്ക് യു സർ. ആദ്യ ഒരു പുളുവടി മണ്ണുണ്ണി പോക്കുറ്റി. Correct. Congratulations, you are awarded a extreme. താങ്ക് യു